എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്കും അതുപോലെ വരണ്ട ചർമ്മമുള്ളവർക്കുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് തേൻ. ആക്നെ ഉണ്ടാകാതെ തടയാനൊക്കെ ആയിട്ട് ഈ തേൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ചർമ്മം നല്ല ഗ്ലോയിങ് ആകാനും ഇത് സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തേൻ എങ്ങനെയാണ് കുറച്ചുകൂടെ ഫലപ്രദമായ രീതിയിൽ ഓയിലി സ്കിന്നിനും അതുപോലെ ഡ്രൈ സ്കിന്നിനും വേണ്ടി ഉപയോഗിക്കുക എന്ന് നോക്കിയാലോ? വീഡിയോ കാണാം. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് തേനും കൊണ്ട് എങ്ങനെയാണ് മാസ്ക് തയ്യാറാക്കി ഉപയോഗിക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ല്, തേന് എന്നിവയാണ്. ഒരു പാത്രത്തിൽ 1 സ്പൂൺ തേൻ എടുക്കാം. ഈ തേനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യും, എന്നാൽ ഒട്ടും ഓയിലി ആക്കില്ല. അതുപോലെ തന്നെ ആക്നെ തടയാനും കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഈ തേനിലേക്ക് നമുക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കാം. ചർമ്മം നല്ല മോയ്സ്ചറൈസ് ആയിരിക്കാനും അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ഒക്കെ കറ്റാർവാഴ ജെല്ലും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരണ്ട ചർമ്മമുള്ളവർക്ക് ചർമ്മം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഈ തേനും കറ്റാർവാഴ ജെല്ലും ഉപയോഗിച്ചാൽ മതിയാകും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കറ്റാർവാഴ ജെല്ലും അതുപോലെ തേനും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ഇത് ചർമ്മത്തിൽ പുരട്ടി കൊടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് പുരട്ടിയതിന് ശേഷം ഇതിങ്ങനെ ചർമ്മത്തിൽ തന്നെ വെക്കണം. കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് വേണം പുരട്ടാനായിട്ട്. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഇത് കഴുകി മാറ്റാം. കഴുകി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പ് ഒരുപാട് ഉപയോഗിക്കുന്നത് ചർമ്മത്തിലുള്ള എണ്ണമയം ഇല്ലാതാക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഉടൻ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഈ ഒരു മാസ്കിന്റെ എല്ലാ ഗുണങ്ങളും ചർമ്മത്തിന് കിട്ടിയിട്ടുണ്ടാകും. ചർമ്മം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസ്ക് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക. നല്ല ഫലപ്രദമായിട്ടുള്ളൊരു മാസ്ക് ആണ്. പ്രത്യേകിച്ച് തേനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതുതരം സ്കിന്നുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തേൻ. ഇനി നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് തേൻ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഒപ്പം തേനും എടുത്തിട്ടുണ്ട്. മുൾട്ടാണി മിട്ടി ഒരു പാത്രത്തിൽ 1/2 സ്പൂൺ എടുക്കുക. ഈ ഒരു സ്പൂണിന് കൃത്യം 1/2 സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ചർമ്മത്തിലുള്ള അമിത എണ്ണയും അഴുക്കുമൊക്കെ മാറ്റാനായിട്ടും അതുപോലെ ചർമ്മം നല്ല ക്ലീൻ ആക്കാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനുമായിട്ട് മുൾട്ടാണി മിട്ടിക്ക് നല്ല കഴിവാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഈ മുൾട്ടാണി മിട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അത്രയും തന്നെ തേൻ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ തന്നെ തേനാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഒരു കട്ടിയുള്ള പാകത്തിനാണ് ഇത് മിക്സ് ആയിട്ട് വരിക. കാണുമ്പോൾ ഇത് യോജിപ്പിക്കാൻ ഇത്രയും തേൻ പോരാ എന്ന് തോന്നും, പക്ഷെ ഇത്രയും മതിയാകും. കൃത്യം 1/2 സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഫോമിൽ ഇത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആ പാകത്തിനായിട്ടുണ്ട്. ഇതിന് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിതൊരു ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചർമ്മം ഒന്ന് സോഫ്റ്റ് ആക്കാം. ചർമ്മത്തെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാസ്ക് ആണത്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ചർമ്മം ഒന്ന് ക്ലിയർ ആക്കാനും അതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കാനും ഇത് സഹായിക്കും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ തേൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ചർമ്മത്തിൽ എണ്ണമയം ഒന്നും ഉണ്ടാവില്ല. എണ്ണമയം ഉണ്ടാകാതെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള മാസ്ക് സെലക്ട് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ് ഒഴിവാക്കാം. തേൻ മാത്രമായിട്ട് തേച്ചാലും മതിയാകും. അപ്പോൾ തേൻ ഉപയോഗിക്കാൻ കഴിയുന്നവരൊക്കെ ഈ രീതിയിൽ നിങ്ങളുടെ ചർമ്മത്തിനനുസരിച്ച് തേൻ ഉപയോഗിച്ച് നോക്കുക. ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തേൻ ഉപയോഗിച്ചുള്ള 2 ഫേസ് മാസ്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിന് ഏതാണോ യോജിക്കുന്നത് അതിനനുസരിച്ചുള്ളത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. ഇതിൽ ഏതെങ്കിലും ചേരുവ ആർക്കെങ്കിലും ഒക്കെ അലർജി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. തേൻ തനിയെ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.